ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ആക്ച്വലി ഞാനപ്പം ഇവിടെ നിന്ന് മണാലിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് എൻ്റെ റൂമിൽ നിന്ന്. അപ്പം ഇനി നമ്മൾ നേരെ പോകുന്നത് കസോൾ പിന്നെ തോഷിലോട്ടാണ്. അപ്പം ഇറ്റ്സ് ഓൾ ഗുഡ്. ഓക്കെ, അപ്പം റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങാണ് കേട്ടോ, ലൈക്ക് ദാറ്റ്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ പോവാണ് ഗൈസ്. ഓക്കെ, ഇനി ബാക്കി അവിടെ ചെന്നിട്ട് ഇപ്പം ഇവിടെ താഴെ ആൻറ്റി ഉണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ ആൻറ്റിയാണ്. ഓക്കെ, ബൈ 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 ബൈ. आराम से जाना या नेक्स्ट बार आना. हाँ, मई जून में है. स्नोफॉल मिलेगी? स्नोफॉल तो जनवरी में. जनवरी? ओके, लेट्स सी. स्नोफॉल देखना. ഓക്കെ, അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതായിരുന്നു കേട്ടോ എൻ്റെ റൂം. ഞാൻ അവിടെ മുകളിലായിരുന്നു സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. സോ റൈറ്റ് നൗ ഐ ആം ഗോയിങ്. ഈ വഴിയൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ വെറുതെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം വാക്കിംഗ്. ആക്ച്വലി ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങിയ ട്രിപ്പ്. ഇതേ മുകളിലൊരാളുണ്ട്. അയ്യോ, അത് പോയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത ട്രിപ്പാണെങ്കിലും എനിക്ക് 2-3 ഫ്രണ്ട്സിനെ കിട്ടി. നാട്ടിൽ നിന്നുള്ളതാണ്, നമ്മുടെ എറണാകുളത്ത് നിന്ന്. ആൻഡ് റിയലി നൈസ് ഗൈസ്. ബിക്കോസ് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പം എനിക്ക് അമ്മച്ചിയേ എൻ്റെ അമ്മ. ഓക്കെ, സോ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിരിക്കണം. അപ്പോൾ ആരെയാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്, ആരുമായിട്ടാണ് കണക്റ്റ് ആവുന്നതെന്നൊക്കെ. പക്ഷേ ദോസ് ഗൈസ് വർ അമേസിങ് ആൻഡ് ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യും. കാരണം ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. പക്ഷേ അപ്പം ആദ്യമായിട്ടായതുകൊണ്ട് അതിൻ്റേതായ പേടി ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവർ വന്ന് ലൈക്ക് എനിക്ക് പേടിയുള്ള സമയത്തൊക്കെ എന്നെ ഒരുപാട് കെയർ ചെയ്തു. സോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അവർ കസോൾ പോവാണ്. സോ അവരുടെ കൂടെ ഞാനും പോകുന്നുണ്ട്. ഞാൻ നല്ല റൂം ബുക്ക് ചെയ്തു. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. സോ അങ്ങനെ ഓൾഡ് മണാലിയുടെ അടുത്ത് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ബൈ പറയാണ്. ഞാൻ ചിലപ്പോൾ തിരിച്ചു വരും. അപ്പം തിരിച്ചു വരുമോ എന്നുള്ളതിനെ കുറിച്ച് കണ്ടറിയാം. അങ്ങനെ ഞാൻ അവരുടെ അടുത്തെത്തി. ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി തോഷിലോട്ടാണ്. കസോൾ കഴിഞ്ഞ് കൽക്ക തോഷ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ മണിക്കരൻ എത്തിയിട്ടോ. മണിക്കരൻ ഗുരുദ്വാരയുടെ ഫ്രണ്ടിലൂടെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് നല്ല പനി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു തിരിച്ച് വന്നിട്ട് ഒരു ദിവസം നമുക്ക് ഇങ്ങോട്ട് വരാമെന്ന്. അപ്പോൾ ചെന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് എല്ലാം പതിയെ വരും കേട്ടോ. ഇനി നമുക്ക് നേരെ തോഷിലെത്തിയിട്ടുള്ള നമ്മുടെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ തോഷിലെത്തി. ഇപ്പം ഇവിടെ ആ താഴത്ത് അവിടെ ഒരു ചേട്ടനൊക്കെ വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ നടന്ന് കയറിയിട്ടുള്ളത്. അപ്പം അവിടെ ആക്ച്വലി കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ നമ്മുടെ ബാഗൊക്കെ അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. കാരണം ഞങ്ങളുടെ റിസോർട്ട് ദ വിൽസ്റ്റർ എന്ന് പറയുന്ന റിസോർട്ടിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് നമ്മുടെ കീർഗംഗ ട്രെക്ക് ചെയ്യുന്ന ആ ഒരു വേ തന്നെയാണ്. അപ്പം കുറച്ച് ട്രെക്കിംഗ് ഉണ്ട് മുകളിലോട്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ബാഗ് അവരുടെ കയ്യിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ബാഗ് വെച്ചിട്ട് മുകളിലോട്ട് കയറാം. ഇത് രണ്ടും നമ്മുടെ ഓപ്ഷനാണ്. അപ്പം ഞാൻ ആക്ച്വലി ഈ ഒരു ടൈമിൽ ഈ ഒരു സംഭവം പ്ലാൻഡ് അല്ലാത്തത് കാരണവും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാനിത് ഈ ചേച്ചിമാരുടെ കയ്യിൽ കൊടുത്തു കേട്ടോ. ആക്ച്വലി അവരെ സമ്മതിക്കണം, ഈ ഒരു പ്രായത്തിലും ഭയങ്കര സ്ട്രോങ് ആണ്. ഞാൻ ആക്ച്വലി ബാഗ് കൊടുക്കുന്നതിന് മുമ്പ് വിചാരിച്ചിട്ടുണ്ട് അയ്യോ പാവങ്ങൾ അവരെങ്ങനെ എടുക്കുമെന്നൊക്കെ. അവർ പിന്നെ എൻ്റെ ബാഗും അവരുടെ ബാഗും എല്ലാം കൂടെയൊക്കെ കയറാനായിട്ട് തുടങ്ങി. ദേ ആർ വെരി സ്ട്രോങ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും
എനിക്ക് കുറച്ച് പേടിയൊക്കെ കഴിഞ്ഞ് ഇപ്പം അതിനകത്തൊരു അമ്മാമ്മ എന്നെ കൈ തന്നിട്ട് എന്നെ മുകളിലോട്ട് കയറ്റിക്കൊണ്ടുപോയി. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള PRKക്ക് പനി പിടിച്ചത് കാരണം അത് ശോകമായിടിച്ചിരിക്കുകയാണ്. ഇത് ബാക്കിൽ കുട്ടു അവിടെ നിന്ന് ശ്വാസം എടുത്തെടുത്തെടുത്ത് വിടുന്നുണ്ട്. ആക്ച്വലി എല്ലാവരും ഭയങ്കര ടയേർഡായി. അങ്ങനെ ഞങ്ങൾ മെല്ലെ മുകളിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഷൂ ഐസ് ആ ഇരിക്കണോ? ഓക്കെ दीदी थोड़ी देर रेस्ट करो. ഞാൻ എൻ്റെ ബാഗ് അവരുടെ കൊടുത്തു. എടാ സൂക്ഷിച്ച്. ഞാൻ എടുക്കും. അയ്യോ ഈ അമ്മാമ്മമാര് ബാഗ് തൂക്കുന്ന അമ്മാമ്മമാർക്ക് നല്ല പ്രായമുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ബാഗ് കൊടുക്കുന്നതിന് മുമ്പ് വിചാരിച്ചിട്ടുണ്ടായി, അയ്യോ ഇവരുടെ അടുത്ത് എങ്ങനെയാ ബാഗ് നമ്മൾ ചുമപ്പിക്കണേ, നല്ല വിഷമം ഉണ്ടാവില്ലേ, നമുക്ക് ആലോചിക്കില്ലേ പ്രായം കൊണ്ടൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യില്ലേ. പക്ഷേ ഞാൻ എൻ്റെ ഒരു ബാഗ് എന്ന് വിചാരിച്ച് 2 ബാഗ് അവർ സിമ്പിളായിട്ട് എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് നടക്കാൻ പറ്റാതായി കഴിയുമ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെക്കാളൊക്കെ ഒത്തിരി ഹെൽത്തി ആയിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം മുകളിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴിയായി കേട്ടോ. അപ്പോൾ നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ടായി. ആക്ച്വലി എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷൂ കുറച്ച് ടൈറ്റാണ്. നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ നോർമലി നമ്മൾ ട്രെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ഷൂസ് ഇടണമെന്നാണ് പറയുക. പക്ഷേ തണുപ്പുള്ള സ്ഥലത്ത് ഒരിക്കലും കറക്റ്റ് സൈസ് ഇടരുത്. ഒരു സൈസ് ലാർജ് ഇട്ടോളോ. കാരണം നമ്മൾ എന്തായാലും സോക്സൊക്കെ ഇടുന്ന സമയത്ത് എൻ്റെ കറക്റ്റ് ആയതുകൊണ്ട് ടൈറ്റായി എനിക്ക് 2 കാലും നല്ല പെയിൻ ഉണ്ടായി. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ റിസോർട്ടിലോട്ട് എത്തി. റിസോർട്ടിൻ്റെ ഇതാണ് നമ്മുടെ റിസപ്ഷൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എത്തി. ഇതാണ് നമ്മുടെ റൂം. പ്രോപ്പറായിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോഴത്തേനും ഇരുട്ടായി. പെട്ടെന്ന് തന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യുമ്പോഴത്തേനും ഇരുട്ടായി. നമ്മളോരോ കോഫിയൊക്കെ കുടിച്ചു. ഇത് ആക്ച്വലി താഴെയാണ് വാഷ്റൂം ഒക്കെ, മുകളിലാണ് റൂം. അപ്പം അവരും തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. തൊട്ടപ്പുറത്തെ റൂമിലാണ് അവരും കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ റൂം ഗൈസ്. ഇവിടെ ചെറിയ ചെറിയ കിളിവാതിലുകളുണ്ട്. നമുക്ക് ഇത് വേണമെങ്കിൽ തുറന്നിട്ട് ഇവിടെ ഇരിക്കാം രാവിലെ വ്യൂ കാണാനായിട്ട്. അതേപോലെ ഇത് തുറന്നിട്ട് ഇവിടെ വേണമെങ്കിലും ഇരിക്കാം. നിഖിലിന് വയ്യാതായി കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ വന്ന പാടെ കയറി കിടക്കുക ഉണ്ടായത്. പിന്നെ ഞങ്ങൾ റിസപ്ഷൻ്റെ അടുത്തോട്ട് വന്നിട്ട് കുറച്ച് നേരം ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് ബോൺഫയറിൻ്റെ അടുത്ത് ചൂടൊക്കെ കാഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ പോയി നിഖിലിനെ കൊണ്ടുവന്ന് പിന്നെ അവിടെ ഡൈനിങ് ഹാൾ ഉണ്ട്. അപ്പം അതിനകത്തോട്ട് ചെന്നിട്ട്
ഞങ്ങൾ ഡിന്നറൊക്കെ ഓർഡർ ചെയ്തു. അപ്പം അവർ പ്രിപ്പറേഷൻ ടൈമാണ്. അപ്പം ഞങ്ങളിവിടെ ബോൺഫയറിൻ്റെ അടുത്തൊക്കെ ആയിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡൈനിങ്ങിൻ്റെ ഉള്ളിലോട്ട് ചെന്നു. ലൈറ്റ്സ് ഒക്കെ സെറ്റാക്കി തന്നിട്ട് ഹായ്. കുട്ടു ഭയങ്കര സീരിയസ് ആയിട്ട് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനും കുട്ടുവും ഒക്കെ കൂടെ. സോ അത് കഴിയുമ്പോഴത്തേനും പിന്നെ ഡിന്നർ വന്ന് കഴിച്ച് ഞങ്ങൾ റൂമിലോട്ട് ചെന്നിട്ട് കുറച്ച് നേരം എല്ലാവരും കൂടെ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടക്കാനായിട്ട് ഞാൻ എൻ്റെ റൂമിലോട്ട് ചെന്നു. വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കാരണം ഭയങ്കര ടയർഡായിരുന്നു. അപ്പം ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം. ഇത് ആക്ച്വലി മുകളിലാണ്, താഴെ റൂമില്ല, താഴെ ബാത്റൂം മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് റൂം. ഓക്കെ. നല്ല തണുപ്പാണ് കേട്ടോ, -6 ആണ് ഇപ്പോൾ. ഇതെൻ്റെ ബെഡ്, ഞാൻ കിടക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഇവിടെ ബെഡിന് ഹീറ്ററുണ്ട്, 2 ഞാൻ 2 ഓണാക്കി ഇട്ടിട്ടുണ്ട്, മുകളിലോട്ടും താഴോട്ടും. ഇപ്പം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഈ ഒരു സംഭവം, അല്ലെങ്കിൽ ഇതേ ഇവിടെ ഇഷ്ടംപോലെ നമുക്കിപ്പം ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് മീൻസ് ചില്ലാവാനുള്ള എല്ലാ സംഭവമുണ്ട്. ഞാനിപ്പോൾ കിടക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഓപ്പൺ ആക്കിയതാണ്. അപ്പം ഇതാണ് ഒരു നമുക്ക് ഓപ്പൺ ചെയ്യാൻ കിട്ടുന്ന വ്യൂ. അപ്പം ഞാൻ വിചാരിച്ചു കർട്ടനൊക്കെ ഓൺ ചെയ്തിട്ട് കിടന്നിട്ട് രാവിലത്തെ വ്യൂ കാണിച്ചു തരാം. ഓക്കെ. സോ ആക്ച്വലി അവരുടെ റൂം അപ്പുറത്താണ്. സോ ഇതുപോലെ തന്നെ നമ്മുടെ റൂം ഗൈസ്. ഇവിടെ ചെറിയ ചെറിയ കിളിവാതിലുകളുണ്ട്, നമുക്ക് ഇത് വേണമെങ്കിൽ തുറന്നിട്ട് ഇവിടെ ഇരിക്കാം രാവിലെ വ്യൂ കാണാനായിട്ട്. അതേപോലെ ഇത് തുറന്നിട്ട് ഇവിടെ വേണമെങ്കിലും ഇരിക്കാം. ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നേരം എണീറ്റു. രാവിലെ എണീറ്റ് ഞാൻ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ കേട്ടത് നമ്മുടെ കൂട്ടത്തിൽ ഇന്നലെ പനി പിടിച്ച് കിടന്ന ആളിന് പനി ഭയങ്കരമായിട്ട് കൂടി. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് താഴത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പ് കിട്ടും, ആ ഷോപ്പിൽ പോയിട്ട് അവന് ഗ്ലൂക്കോസോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ അത് മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനും രാഹുലും കൂടെ രാവിലെ താഴോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ കയറി വരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോപ്പൊക്കെ ഉള്ളൊരു ഏരിയ. അപ്പം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. പോകുന്ന വഴിക്ക് നമ്മുടെ അവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് കുറച്ച് നേരം ഈ ചൂടൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ പോയത്. പിന്നെയും നടന്ന് പിന്നെ ആ ഷോപ്പിലെത്തി കുറേ അന്വേഷിച്ചിട്ടാണ് നമുക്ക് ഗ്ലൂക്കോസൊക്കെ കിട്ടിയത്. പിന്നെ നമ്മൾ നടക്കുമ്പോഴത്തേനും ഈ ഒരു ഏരിയ വന്നു. ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇവിടെ വന്ന് ഞങ്ങൾ ഗ്ലൂക്കോസൊക്കെ മേടിച്ചൊരു ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ തിരിച്ച് റൂമിലോട്ട് വന്ന് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് വിറയ്ക്കാനായിട്ട് തുടങ്ങിയതാണ്. അതിൻ്റെ ഇടയിൽ കുളിച്ചാൽ എങ്ങനെ ഉണ്ടാവും. ഇപ്പം ഇതാണ് നമുക്ക് കയറി വരുന്ന സംഭവം, ബാത്റൂം. ഇത് മുകളിലോട്ടാണ്. ഇവിടെയാണ് ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയത്. ദിസ് ഇസ് മൈ റൂം. അൺസഹിക്കബിൾ തണുപ്പാണ്. ഞാൻ തല നനച്ച് കുളിച്ചു ഗൈസ്. ഹീറ്റർ ഉണ്ടായിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു, തല നനച്ച് കുളിച്ച് നേരെ ഹീറ്ററുടെ ഫ്രണ്ടിൽ വന്നിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ഹീറ്ററല്ല, പ്രശ്നം. അങ്ങനെ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം ഓൾറെഡി നമ്മൾ ക്യാബ് താഴെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കയറി വന്ന വഴി കൂടിയല്ല, വേറൊരു വഴി കൂടിയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നത്. അപ്പം അവർ വന്നു, നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ വന്ന് നമ്മുടെ ബാഗൊക്കെ എടുത്ത് അവർ ഓൾറെഡി നടന്നു. പിന്നെ നമ്മുടെ പനിയുള്ള നിഖിലിനെ കൊണ്ടുപോകാനായിട്ട് ഒരാൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പം ആളുടെ കൂടെ നിഖിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിതേ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി
തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പോകുന്ന വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ വ്യൂസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് കാണാൻ പറ്റുന്നതാണ് ഈ വെള്ളമൊക്കെ ഒഴുകി കിടന്നതും രാത്രിയൊക്കെ ഇങ്ങനെ ഒഴുകി അങ്ങനെ കിടന്ന വെള്ളമൊക്കെ രാവിലെ ആകുമ്പോഴത്തേനും നല്ല കട്ട പിടിച്ച ഐസായിട്ട് കിടപ്പുണ്ടാവും. അപ്പം ഇതൊക്കെ നമുക്ക് എവിടെയാണേലും തോട് പോലെയുള്ള ഐ മീൻ ചതുപ്പിലൊക്കെ നമുക്ക് ഒരുപാട് കാണാനായിട്ട് സാധിച്ചൊരു സംഭവമാണ്. അതൊക്കെ ഇവിടെ ഉണ്ട്. എന്റെ പൊന്നെ, അവര് എത്തോരം ബാഗാണ്. അയ്യ ഇത് പോയി, ഊതുമ്പോ പുക പോയി. ഊതുമ്പോ പുകയില്ലേ, അത് പോയി. മഞ്ഞമ്മലത്തിൽ പരത്തുന്നില്ല. മറ്റേ മാർക്കറ്റിന്റെ അവിടെ നിന്ന് വേറെ നമ്മള് പോയി നേപ്പാള മാർക്കറ്റില്ലേ, അതിന്റെ സൈഡ്. ഞാൻ അവൻ്റെ കൂടെ ഇരുന്നില്ലേ കുറച്ച്, വേറെ ഒന്നും നിന്നു. എസ്പെഷ്യലി മുടി നനഞ്ഞിട്ട് അത് ഉണങ്ങാത്ത തലയിൽ ഡ്രയർ ഭയങ്കര ബാഗയുടെ അല്ലേ, ചെറുതല്ലേ ആവണാണോ? നീ ഇവിടുത്തെ ടെമ്പറേച്ചറിലാവാത്തതായിരിക്കും. നിങ്ങക്ക് കുളിക്കുമ്പോ ചൂടുവെള്ളം വന്നോ? എനിക്ക് വന്നില്ല. ഞാൻ കുളിക്കുമ്പോ ആദ്യം കുറച്ച് ഫോൺ എന്നിട്ട് നേരെ ലെഫ്റ്റ് എന്നിട്ട് മലയുടെ മുകളിലേക്ക് സ്നോ കാണിക്കും. ഞാൻ ബൂട്ട് മേടിക്കാൻ വേണ്ടി നോക്കിയതാ, പക്ഷെ ഇട്ടില്ലെങ്കിൽ എടുത്തു വെക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം കൊണ്ട് ഞാൻ പുറകിൽ ഫോളോ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ജീവ? അതെ, നല്ല ഒത്ത മലയാളി ഗൈഡ് എന്നൊക്കെ. മലയാളി ഗൈഡ് ഇവിടെ ഇവിടെയൊക്കെ നല്ലായിരുന്നു കേട്ടോ. അയ്യടാ, പക്ഷെ വ്യൂ നമ്മളെത്ര കണ്ട്. ഇതല്ലേ ഞങ്ങളുടെ കൂട്ടത്തിലെ ഞങ്ങളുടെ ബീജയ്ക്ക് വയ്യ ഗൈസ്. ബീജ സൈഡായി.
നല്ല സ്ഥലം നടക്കാൻ കാണാൻ. ഗ്രൂപ്പ് റൂംസ് ഒക്കെ ഉണ്ട് അത്. സ്റ്റെപ്സായി. അങ്ങനെ നമ്മൾ താഴെ എത്തി. ക്യാബ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും പകുതി വഴിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി പോകുന്ന എല്ലാ വണ്ടിയും അവർ ചെക്ക് ചെയ്യും കേട്ടോ. അപ്പം നമ്മുടെ ബാഗെല്ലാം എടുത്ത് ബാഗിലുള്ള സാധനങ്ങളെല്ലാം പുറത്തിട്ട് കംപ്ലീറ്റ് ചെക്കിങ് ആയിരിക്കും. നമുക്ക് ഇവിടുന്ന് ഒന്നും എടുത്തിട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല. അപ്പം നമ്മളുടെ ബാഗെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ.
അങ്ങനെ നമ്മളിപ്പോൾ കസോളെത്തി. കസോളിൽ അവരെന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ ഇന്ന് തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. അപ്പം ഞാൻ കസോളിൽ സ്റ്റേ ബാക്ക് ചെയ്യാണ് കേട്ടോ. അപ്പം ഇപ്പോൾ അവർ എന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹോസ്റ്റലായിരുന്നു. ഇതിപ്പോൾ കസോളാണ്. ഞാൻ കസോളിലാണെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടുള്ള സ്ഥലം മാറിപ്പോയി. അപ്പം ഞാൻ പിന്നെ ഹോസ്റ്റലിലോട്ട് പോവാതെ അവിടെ നിന്ന് ആ റൂം ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ പിന്നെ തിരിച്ച് ഈ ഒരു ഹോട്ടലിലെത്തി കേട്ടോ. ഞാൻ അങ്ങനെ കസോളിൽ സോണി കോട്ടേജിൽ വന്നിട്ട് റൂം എടുത്തു. റിവേഴ്സ് സൈഡാണ്. അപ്പം ഞാനിങ്ങനെ റൂമിലോട്ട് പിന്നെ നമുക്ക് ഹീറ്ററും കൂടെ വേണം കേട്ടോ. അപ്പോൾ ആ ഹീറ്റർ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവർ റൂമിൽ അത് പ്ലേസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം നമ്മൾ ചെക്കിങ് കഴിഞ്ഞത് റൂമിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ റൂം കാണിച്ചു തരാം. ഹായ് ഗായ്സ്. സോ അങ്ങനെ ഞാൻ കസോളിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കസോളിൽ ഞാൻ മാർക്കറ്റിൻ്റെ അടുത്തായിട്ട് ഒരു റൂം ബുക്ക് ചെയ്തു. ഇതാണ് എൻ്റെ റൂം. ഇവിടെ ഇവിടെയാണ് ഞാൻ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് സോണി കോട്ടേജസ് ആണ്. അപ്പം ഞാനിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തു. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ നല്ലൊരു മീല്. അങ്ങനെ ഇനി അങ്ങോട്ട് ഞാൻ വീണ്ടും ഒറ്റയ്ക്കാണ്. എൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ നാട്ടിലോട്ട് തിരിച്ചു പോയി. അപ്പം ഇനി അടുത്ത വിശേഷങ്ങൾ, കസോളിലെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.